നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. നമ്മുടെ കപ്പൽ ചൈനയിലും കൊറിയയിലൊക്കെ എത്തിയപ്പോഴത്തേക്കും കുറേയധികം വാഹനങ്ങൾ കപ്പലിൽ നിറച്ചായിട്ട് കയറ്റിയിട്ടുണ്ട്. ഏകദേശം 1075 വാഹനങ്ങളുണ്ട്. പല തരത്തിലുള്ള വാഹനങ്ങളാണ് ഇപ്പം നമ്മുടെ കപ്പലിലുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കപ്പലിൽ കയറ്റിയേക്കുന്ന വിവിധതരം വണ്ടികളൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോയുടെ ക്യാമറാമാനെ ഒന്ന് പരിചയപ്പെടുത്താം. അത് മറ്റാരുമല്ല, കുമ്പളങ്ങിക്കാരനായ നമ്മുടെ അലനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കപ്പലിൽ മൊത്തത്തിൽ 5 നിലകളുണ്ട്. അതിൽ 2 തുറസായ ഡെക്കുകളാണ്. കപ്പലിലെ മെയിൻ ഡെക്കിൽ 402 കാറുകൾ ചൈനയിൽ നിന്നും ലോഡ് ചെയ്ത് ദുബായ് ലക്ഷ്യമാക്കി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ അപ്പർ ഡെക്കിൽ 93 ട്രക്കുകൾ ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പാകിസ്ഥാനിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം ആ ഡെക്കുകൾ കൂടാതെ ബാക്കി 3 അടച്ചു കിടക്കുന്ന ഡെക്കുകളുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ നമുക്ക് പലതരത്തിലുള്ള വാഹനങ്ങൾ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ കപ്പലിൽ ഈ പ്രാവശ്യം നിസാൻ, BYD, ടൊയോട്ട, ബെൻസ്, പിന്നെ പേര് കേൾക്കാത്ത ചില ബ്രാൻഡുകളൊക്കെ, ചൈനീസ് ബ്രാൻഡുകളെല്ലാം തന്നെ നമ്മുടെ കപ്പലിലുണ്ട്. അപ്പം പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു കാറുകൾ അല്ലെങ്കിൽ വാഹനങ്ങളുടെ താക്കോൽ എവിടെയാണ് സൂക്ഷിക്കുന്നതെന്ന്. മിക്കപ്പോഴും ഈ വാഹനങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അത് സൂക്ഷിക്കാറുള്ളത്. ചിലപ്പം ഒക്കെ ഇതിൻ്റെ പുറത്തായിട്ടും ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പം നമ്മളൊരു കപ്പൽ തുറമുഖത്ത് എത്തുമ്പോഴത്തേക്കും ഡ്രൈവേഴ്സ്, പുറത്തുനിന്നുള്ള സ്റ്റീവർഡ്സ് ഡ്രൈവേഴ്സ് ഈ വാഹനങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോയി അടുപ്പിച്ച് കൊണ്ടുപോയി പാർക്ക് ചെയ്യും. അതിനുശേഷം ബാക്കി ലാഷിങ് ചെയ്യുന്ന ആൾക്കാർ ഈ കപ്പലിനായിട്ട് ഈ വാഹനങ്ങൾ നല്ല രീതിയിൽ ഉറപ്പിച്ച് കെട്ടിവെക്കും. അല്ലെങ്കിൽ കപ്പൽ ആടി വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവുകയും അല്ലെങ്കിൽ ഇടിച്ച് ഡാമേജൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു കേടുപാടും ഇല്ലാതെ ഈ വാഹനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കപ്പലുകാരുടെ ജോലി. അപ്പോൾ ഈ ലാഷിംഗ് ഒക്കെ ചെയ്യുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. ഈ ബെൽറ്റൊക്കെ വെച്ചും അതുപോലെ വലിയ വാഹനങ്ങൾ ചെയിനൊക്കെ ചങ്ങല ഉപയോഗിച്ചിട്ടാണ് കെട്ടുന്നത്. നമുക്ക് മുന്നോട്ട് കാണാം. അപ്പം ലോഡ് ചെയ്തതിന് ശേഷം ഈ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി ഉറപ്പിച്ച് കപ്പൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പം ഈ ഒരു ബെൽറ്റൊക്കെ അഴിച്ചതിന് ശേഷമാണ് പുറത്തുനിന്നുള്ള ഡ്രൈവേഴ്സ് വന്നിട്ട് ഈ വാഹനം ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി താക്കോൽ വെച്ച് വണ്ടി ഓടിച്ചയച്ച് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ നിസാൻ്റെ ഒരു അടിപൊളി കാറാണ് നമ്മുടെ ഇപ്പോൾ പുറയിൽ കിടക്കുന്നത്. അപ്പം അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സെറ്റപ്പിലൊക്കെ ആയിട്ടാണ് ഈ സാധനം അൺലോക്കായി വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ ജസ്റ്റ് ഒരു കാഴ്ച, നമുക്ക് അകത്തോട്ടൊന്നും കയറുകയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു കാഴ്ച മാത്രം കാണിച്ചു നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ഇതിനുള്ളിലൊക്കെ വലിയ സെറ്റപ്പാണ്. നമ്മളധികം മുന്നോട്ടത്തോട്ടും കയറുന്നില്ല, കാരണം വല്ലവൻ്റെയും കാറാണ്. ഉള്ളിലെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ നമുക്ക് വണ്ടി ലോക്ക് ചെയ്തിട്ട് താക്കോലൊക്കെ ഭദ്രമായിട്ട് ഇവിടെ വെച്ചേക്കുവാണ്. ഇനി അടുത്ത തുറമുഖം എത്തുമ്പോഴത്തേക്കും സ്റ്റീവർഡ്സ് വന്നത് എടുത്തുകൊണ്ട് പോയിക്കോളും. അപ്പോൾ ഇത് കൂടാതെ നമുക്കിവിടെ കൊറോളയുടെ കാറുകൾ, ടൊയോട്ടയുടെയും BYDയുടെയൊക്കെ കാറുകൾ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ആണ് കപ്പലിൻ്റെ സ്റ്റേൺ ഡോറ്. അപ്പം തുറമുഖം എത്തുമ്പോഴത്തേക്കും ആ സാധനം തുറന്നിച്ചിട്ടാണ് നമ്മൾ ഡിസ്ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ BYDയുടെ ആണെങ്കിലും പലതരത്തിലുള്ള മോഡലുകൾ കപ്പലിൽ വന്നു കയറിയിട്ടുണ്ട്. അപ്പം പുതിയ സെറ്റപ്പിലുള്ള ഹാൻഡിലോട് കൂടിയ വാഹനങ്ങളുമുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന നിലത്ത് കാണുന്ന ഇതൊക്കെ ഫിഷ് ബോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചെരിവുള്ള പ്രദേശങ്ങളിലൊക്കെ ഇതുപോലത്തെ സ്ട്രക്ചർ നമുക്ക് കാണാം. അപ്പം ഈ വാഹനങ്ങളൊക്കെ കയറുമ്പോഴത്തേക്കും ഒരു ഗ്രിപ്പ് കിട്ടാനൊക്കെ ആയിട്ടാണ് ഈ ഫിഷ് ബോൺ എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട നിസാൻ്റെ കാറിൻ്റെ പോലെ തന്നെ അടിപൊളി ഒരു ബിൽഡ് യുവർ ഡ്രീംസ് BYDയുടെ ഒരു കാറാണ് ഈ കിടക്കുന്നത്. അപ്പം ഇതും ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ BYD എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഇലക്ട്രിക് ആണെങ്കിൽ പുറത്തേക്കുള്ള കാറുകളിൽ ഇലക്ട്രിക്കും ഉണ്ട്, നോർമൽ പെട്രോൾ എഞ്ചിനൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. ഇതും ഇതുപോലെ അടിപൊളിയായിട്ട് തുറന്നു വരാവുന്ന ഹാൻഡിലോട് കൂടിയുള്ള സെറ്റപ്പാണ്. നമുക്ക് അകത്തെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ BYDയുടെ കാറുകളാണ് നമുക്ക് കൂടുതലും പരിചിതമായിട്ടുള്ളത്. ചൈനയിൽ ചെന്ന് കഴിഞ്ഞാൽ BYDയുടെ ബസ്സുകളും മറ്റ് പലതരത്തിലുള്ള വാഹനങ്ങളും കാണാം. ഇപ്പം ഈ BYDക്കാർ സ്വന്തമായിട്ട് കപ്പൽ വരെ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ചൈനയിൽ നിന്ന് വരുന്ന സമയത്ത് BYDയുടെ ഒരു കപ്പൽ തന്നെ ഈ കാറുകൾക്ക് വേണ്ടി ഈ കാറുകളൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്നത് കണ്ടായിരുന്നു. അപ്പം നമ്മുടെ കപ്പൽ തുറമുഖത്തെത്തുമ്പോഴത്തേക്കും കപ്പൽ കയറ് വെച്ചാണല്ലോ പിടിച്ചു കെട്ടുന്നത്. അപ്പം അങ്ങനെ പിടിച്ചു കെട്ടിയതിന് ശേഷം പുറകിലൊരു സ്റ്റേൺ റാമ്പ് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങളൊക്കെ ഓടിച്ചിറങ്ങി പോകാൻ വേണ്ടിയുള്ളൊരു റാമ്പുണ്ട്. ആ സംഭവം ഇപ്പം ഫോൾഡ് ചെയ്ത് പുറത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അത് തുറന്നതിന് ശേഷം
ഈ പുറകിൽ കാണുന്ന വലിയ ഡോർ, സ്റ്റേൺ ഡോർ, അത് തുറന്നതിന് ശേഷമാണ് ഓരോരോ വാഹനങ്ങൾ ഇറക്കിക്കൊണ്ട് പോവുകയും അതുപോലെ കപ്പലിലേക്ക് കയറ്റിക്കൊണ്ട് വരികയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫോർക്ക് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാഹനം കാണാം. സാധാരണ ചെറിയ രീതിയിലുള്ള ഫോർക്ക് ലിഫ്റ്റാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് പക്ഷേ 1.5 സാധനമാണ്. എൻ്റെ ഹൈറ്റ് ഒരു 6 അടിയാണ്. അപ്പം എന്നെക്കാളും 2 ആൾ പൊക്കത്തിലും കൂടുതലുള്ളൊരു ഹെവി ഡ്യൂട്ടി ഫോർക്ക് ലിഫ്റ്റാണ്. അപ്പം ഇതിനെ ഇത്രയും വെയിറ്റുള്ള സാധനം ആയതുകൊണ്ട് ഇതിന് ഏകദേശം 25 ടണ്ണ് വെയിറ്റ് ഉണ്ട് ഈ ഒരു ഫോർക്ക് ലിഫ്റ്റിന്. അപ്പം ഇത്രയും വെയിറ്റുള്ള വാഹനമായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കട്ടിയുള്ള ചങ്ങലയൊക്കെ വെച്ചിട്ടാണ് കപ്പലുമായിട്ട് ബന്ധിച്ചേക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും കടലിൽ കൂടെ പോകുമ്പോൾ എപ്പോഴും ശാന്തമായിട്ടല്ല കപ്പൽ പോകുന്നത്. പലപ്പോഴും ആടി ഉലയും. ആ സമയത്ത് നല്ല രീതിയിൽ ഇതൊന്നും കെട്ടി ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഇത് അങ്ങോട്ടൊക്കെ ഷിഫ്റ്റായി പോകാനും മറ്റ് വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ കപ്പലിന് തന്നെ പ്രശ്നം വരുത്താനും ചാൻസ് ഉണ്ട്. നമുക്കിനി ഇതിൻ്റെ പുറകിലത്തെ കാഴ്ചകൾ കാണാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഗരാജ് ഡെക്ക് എന്ന് പറഞ്ഞൊരു ഡെക്കാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പിറകുവശത്തായിട്ടാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. അപ്പം മുൻവശത്തോട്ട് 2-3 സെക്ഷൻസ് ഉണ്ട്. അപ്പം BYDയുടെ കാറുകൾക്ക് പുറകിലായിട്ട് കുറേ ട്രക്കുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രക്കിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഈ കാറുകളുടെ പുറകിലുള്ള ട്രക്കുകൾ ഇതെല്ലാം ചൈനീസ് ട്രക്കുകളാണ്. സിനോ ട്രക്ക് എന്ന് പറഞ്ഞിട്ട് ഉള്ള ട്രക്കാണ്. അതും പലതരത്തിലുള്ള ട്രക്കുണ്ട്. ഇതിപ്പം നോർമൽ ടയറുള്ള ട്രക്കാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നല്ല വലിയ ടയറുള്ള ട്രക്കുകളും കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ കപ്പലിലെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചൈനയിൽ നിന്ന് ഇതെല്ലാം കൊണ്ടുപോയിട്ട് സൗദിയിൽ ഇറക്കി വിട്ടത്. അപ്പം ഇത് മെയിനായിട്ട് എനിക്ക് തോന്നുന്ന കണ്ടെയ്നർ ട്രെയിലറൊക്കെ ഓടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ട്രക്കുകളാണ്. ചൈനീസ് ആണെങ്കിലും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണെന്ന് ഒത്തിരി പേര് നിങ്ങളിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പുറകിലത്തെ കാഴ്ചകൾ കാണാം. ഇതൊക്കെ കുറച്ചും കൂടെ കട്ടിയുള്ള ബെൽറ്റ് വെച്ചിട്ടാണ് ഈ ട്രക്ക് നമ്മൾ ഇവിടെ ലാഷ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ കാറിൻ്റേത് 2 ടണ്ണ് മിച്ചമുള്ള ഒരു ബെൽറ്റാണെങ്കിൽ ഇത് 5 ടണ്ണ് കപ്പാസിറ്റിയുള്ള ബെൽറ്റുകളാണ്. 4 ചക്രവും തമ്മിൽ 4 ടയറും തമ്മിൽ. കാറിൻ്റെയൊക്കെ ആണെങ്കിൽ ടയറുകളിൽ നിന്നാണ്, അലോയ് വീലിൽ നിന്നാണ് കപ്പലിലേക്ക് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ ഫ്രണ്ടിലത്തെ സ്ട്രക്ചറിൽ നിന്നാണ് നമ്മൾ കപ്പലുമായിട്ട് നല്ല രീതിയിൽ ഉറപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പം ഒരു വിധത്തിലും ഈ ആടിയൊലയും സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിരുന്നതാണ്. അതിനു വേണ്ടിയാണ് ഇത്ര നല്ല രീതിയിൽ ഘടിപ്പിച്ച് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ വാഹനങ്ങൾ തമ്മിൽ വളരെ ഗ്യാപ്പ് കുറവാണ്. അപ്പം ഒരു കാറ് ലോഡ് ചെയ്തിട്ട് തൊട്ടടുത്തുകൊണ്ടായിട്ട് 15 സെൻറ്റിമീറ്റർ, ഈ മിററിൽ നിന്ന് അടുത്ത മിററിലോട്ട് 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് സാധാരണ വെക്കുന്നത്. അപ്പോൾ ഒരു കാറ് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമാണ് അടുത്ത കാറ് ആൾക്കാർ കയറുന്നത്. അപ്പം നമ്മൾ കാറുകൾ തമ്മിൽ ഇത്രയും അടുപ്പിച്ചടുപ്പിച്ച് പാർക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നടന്നു പോകാനുള്ള സ്ഥലം പലപ്പോഴും കാണാറില്ല. എന്നാൽ ഇതെല്ലാം കെട്ടിയുറപ്പിച്ച് വെച്ചതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ സേഫായിട്ട് ആണ് കപ്പൽ ഒരു സ്ഥലത്ത് നിന്ന് ഈ വാഹനങ്ങളെയും വഹിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കിവിടെ പുറകിലായിട്ട് പെട്രോൾ അല്ലെങ്കിൽ ഡീസലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ ടാങ്കറുകൾ അവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു റിക്കവറി വാഹനമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് ഈ പ്രാവശ്യം നമ്മുടെ കപ്പലിൽ ലോഡ് ചെയ്തേക്കുന്നത്. ഇഷ്ടംപോലെ ട്യൂബ് ലൈറ്റൊക്കെ എപ്പോഴും കത്തിച്ച് വെച്ചേക്കുവാണ്. ഇപ്പോൾ നമ്മൾ കപ്പൽ കടലിൽ കൂടെ പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കപ്പലിൻ്റെ സ്റ്റാഫ് എല്ലാ ദിവസവും തന്നെ വന്നിട്ട് ഇതിൻ്റെ ലാഷിങ്, അതായത് കെട്ടി ഉറപ്പിച്ച് വെച്ചേക്കുന്ന ബെൽറ്റുകളും ചെയിനുകളൊക്കെ കറക്റ്റായിട്ട് ആണോ, അതായത് ചില സമയത്തൊക്കെ ഇങ്ങനെ കപ്പൽ പോകുന്നതിൻ്റെ വൈബ്രേഷനിൽ ഇതൊക്കെ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ടൈറ്റ് ആണോ അല്ലെങ്കിൽ ടൈറ്റ് ആക്കുക ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ നിലയിലേക്കൊക്കെ വാഹനങ്ങൾ പോകണമെങ്കിൽ ഇവിടെ വലിയൊരു വേറൊരു ഇതുണ്ട്, റാമ്പ് വേ ഉണ്ട്. ഈ വാഹനങ്ങളൊക്കെ ആദ്യം ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഈ സംഭവം നമ്മൾ പൊക്കിയതിന് ശേഷമാണ് അടിയിലത്തെ ഡെക്കിൽ നിന്ന് താഴെ വാഹനങ്ങൾ പുറത്തോട്ട് ഡിസ്ചാർജ് ചെയ്തത്. അപ്പോൾ ഇത് ഇറങ്ങേണ്ട ഓരോ പോർട്ട് അനുസരിച്ചിട്ടാണ് ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഈ കാണുന്ന ഇപ്പോൾ കണ്ട വാഹനങ്ങളെല്ലാം തന്നെ നമുക്ക് ജബലലി എന്ന പോർട്ടിൽ ഇറങ്ങേണ്ട വാഹനങ്ങളാണ്. അപ്പം കുറേയൊക്കെ നമ്മൾ വേറെയും പോർട്ടുകൾ സൗദിയും അങ്ങ് മറ്റ് പലതരത്തിലുള്ള പോർട്ടുകളിലോട്ടൊക്കെ ഇറക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഈ റിബണൊക്കെ കെട്ടി വെച്ചേക്കുന്നത് അതിൻ്റെ ഉള്ള ഒരു ഐഡൻറ്റിഫിക്കേഷനായിട്ടാണ്. അതായത് ഇതിന് മുമ്പോട്ടുള്ള വാഹനങ്ങൾ ഇന്ന പോർട്ടിലും മറ്റ് വാഹനങ്ങൾ പുറകിലോട്ടുള്ള വാഹനങ്ങളൊക്കെ വേറെ പോർട്ടിലുമൊക്കെയാണ്, തുറമുഖത്തൊക്കെ ആയിട്ടാണ് ഇറക്കേണ്ടത്. ഒരിക്കലും തെറ്റിച്ച് ഇറക്കി വിടാറില്ല. ഓരോന്നിൻ്റെയും നമ്പർ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഇത്രയും വാഹനങ്ങൾ ഇന്ന പോർട്ടിലോട്ടാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തൊക്കെയാണ് ഇവിടുന്ന് നമ്മൾ ഇറക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കുറച്ച് വ്യത്യസ്ത വലിയ ടയറുള്ള ട്രക്കുകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഈ പുറയിൽ കാണുന്ന ട്രക്കിൻ്റെയൊക്കെ ടയർ നല്ല സൈസ് ടയറാണ്. നമ്മൾ സാധാരണ ചെറിയ ഈ ടാറ് പോലത്തെ കാറുകളൊക്കെ എടുത്തിട്ട്, ജീപ്പൊക്കെ എടുത്തിട്ട് ടയർ അപ്സൈസ് ചെയ്യാറില്ല, ഇതുപോലെ തോന്നിക്കാറുണ്ട്. ഞാൻ ഇവിടെ ഇപ്പം വാഹനങ്ങൾ തൊട്ടടുപ്പിച്ച് വെച്ചുകൊണ്ട് നമുക്ക് അധികം ഇവിടുന്ന് മേക്കൗട്ട് കണ്ടുപിടിക്കാൻ പാടാണ്. നമുക്ക് പുറകിൽ പോയിട്ട് കുറച്ചും കൂടെ
ഈ ടയറിൻ്റെ ഒക്കെ സൈസ് കാണിക്കാം. നമുക്കിവിടെ ലോഡ് ചെയ്യുന്ന സമയത്ത് ഒട്ടും സ്ഥലം വേസ്റ്റ് ആക്കാതെയാണ് ഇവിടെ ലോഡ് ചെയ്തേക്കുന്നത്. അപ്പം കണ്ടോ, വാഹനങ്ങളും ഈ തമ്മിൽ ഭിത്തി കപ്പലിൻ്റെ ബൾക്ക് ഹെഡും തമ്മിൽ ഒട്ടും ഗ്യാപ്പില്ല. പക്ഷേ മുട്ടിയില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. ചൈനയിലെ ലോഡിങ് ഭയങ്കര ഒരു ലോഡിങ്ങാണ്, വളരെ പ്രൊഫഷണൽസാണ്. അപ്പോൾ നമ്മൾ ഓർക്കും ഇത്ര അടുപ്പിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുട്ടുപോകുന്നു. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഗ്യാപ്പുണ്ട് നടന്നു പോകാൻ. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വളരെ ഗ്യാപ്പ് കുറവാണ്. ഈ കയറുകൾ കപ്പലിനെ പിടിച്ചു കിട്ടുന്ന പഴയതരം കയറുകളാണ് ഈ നിലത്ത് കിടക്കുന്നത്. അപ്പോൾ അതെന്തിനാണെന്ന് യൂസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഞാൻ വഴിയെ പറഞ്ഞു തരാം. ആണ് നമ്മുടെ നേരത്തെ കണ്ടക്കൂട്ട് വണ്ണം കൂടിയ ടയറുള്ള ട്രക്കുകൾ. ഇപ്പോൾ നമ്മൾ ഗരാജ് ഡെക്കിൻ്റെ പുറത്തേക്ക് പോയതിന് ശേഷമാണ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറച്ച് നടക്കാൻ വേണ്ടി ഇവിടെ പച്ച കളറിൽ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്, നടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പിന് വേണ്ടി. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ പലതരത്തിലുള്ള വാഹനങ്ങൾ മിക്സ് ചെയ്താണ് ഇവിടെ ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കാറുകൾ കണ്ടു, ട്രക്കുകൾ കണ്ടു, അതുപോലെ ടാങ്കറുകൾ, പിന്നെ ഈ പറഞ്ഞ ചെറി പിക്കർ. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് കുറച്ച് ബസ്സുകളും അടുപ്പിച്ചടുപ്പിച്ച് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ റിമ്മിൽ നിന്ന് ബെൽറ്റ് നല്ല രീതിയിൽ കണക്ട് ചെയ്ത് കപ്പലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് എനിക്കൊന്ന് എത്യോപ്യ എന്ന സ്ഥലത്തേക്കാണ് ഈ സംഭവം പോകുന്നത്. അങ്ങനെ കുറച്ച് ബസ്സുകൾ നമുക്കിവിടെ കാണാം. നമുക്കിനി ബാക്കി ഡെക്കുകളിലെ ഒക്കെ കാഴ്ചകൾ കാണാം. നമ്മളതിലൂടെ പോകുന്നത് ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത ഡെക്കുകളിലേക്കൊക്കെ പോകാനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, സെയിലിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഇവിടെ ഡെയിലി വന്നതിൻ്റെ ചെക്ക് ചെയ്യും, എല്ലാം ഓക്കെ ആണോ. ഇതൊക്കെ സ്പെയർ ബെൽറ്റുകളാണ്. നമുക്ക് ഇനിയും ലോഡ് ചെയ്യാൻ ആവശ്യമുള്ള ലോഡ് ചെയ്ത് കെട്ടിയുറപ്പിച്ച് വെക്കാനുള്ള സ്പെയർ ബെൽറ്റുകളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആണ്. അതായത് തീ എപ്പോഴും, അതുപോലെ തന്നെ ഫയർ ഹോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എക്സ്റ്റിങ്ക്യൂഷറുണ്ട്. ഏതെങ്കിലും കാരണവശാൽ തീ പിടിച്ചു കഴിഞ്ഞാൽ അത് അണയ്ക്കാൻ വേണ്ടിയുള്ള ഉപാധികളാണ് ഇതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞ പലതരം ചെറിയ പിക്കറൊക്കെ വെച്ച് മൊത്തത്തിലിവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡോറൊക്കെ നമ്മൾ അടച്ചു വെക്കുന്നത് ഇപ്പം നമുക്ക് വേണ്ടി തുറന്നതാണ് പുള്ളി. നമുക്കിനി താഴോട്ട് പോവാം. അപ്പോൾ ഇത് നമ്മൾ ഈ കാണുന്ന ഡെക്കുകൾ, വാഹനങ്ങൾ കയറ്റിക്കുന്ന ഡെക്കുകളൊക്കെ ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ടൊക്കെ പോയി എന്തെങ്കിലും കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും ലാഷിങ്ങൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകേണ്ട ഒരു സ്ഥലമാണിത്. കപ്പൽ കടലിൽ കൂടെ പോകുമ്പോഴത്തേക്കും മറ്റേ മെയിനായിട്ടുള്ള ഡോറുകളൊക്കെ എപ്പോഴും അടച്ചു കിടക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ നിന്ന ഡെക്കിൻ്റെ ഒരു ഡെക്ക് താഴേക്ക് വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നിന്ന ഡെക്കിൻ്റെ മുന്നോട്ടും കുറേ കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ താഴത്തെ ഡെക്കിലെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കുറേ JCB ആണോ ബുൾഡോസറാണോ അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൂടെയൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം കൺജസ്റ്റഡ് ആണെങ്കിലും പോവാം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ചങ്ങലയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഹെവി ഡ്യൂട്ടി സാധനങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 1075 വാഹനങ്ങൾ, അത് കാറ് മാത്രമല്ല, ഇങ്ങനത്തെ ഹെവി ഡ്യൂട്ടി സാധനങ്ങളെല്ലാം കൂടെ ചേർന്നാണ് 1075 വാഹനങ്ങൾ ഈ കപ്പലിൽ ഉള്ളത്. എല്ലാം കൂടെ കൂടി 8200 ടണ്ണ് അത്രയും വെയിറ്റ് ഉണ്ട് നമ്മുടെ കപ്പൽ വഹിക്കുന്ന ഈ വാഹനങ്ങളുടെ ഭാരം. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വെയിറ്റുള്ള സാധനമാണ്. അത്രയും ഹെവി കപ്പാസിറ്റി സാധനങ്ങളൊക്കെ നമ്മുടെ കപ്പലെ കയറ്റി കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ബാക്കി കുറച്ച് കാഴ്ചകൾ കാണിക്കാം. അപ്പം ഇതാണ് ഇങ്ങനെ നിരനിരയായിട്ട് ഈ സംഭവങ്ങളെല്ലാം ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലപരിമിതി കാരണം വീഡിയോ എടുക്കുന്നതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ കാണുമായിരിക്കാം. ഇവിടെ ഈ ഒരു ഡെക്കിൻ്റെ മുൻവശത്ത് നമ്മൾ കുറച്ച് ബുൾഡോസറൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതിന് പുറകായിട്ട് പിന്നെയും കുറേ കാറുകൾ, BYD തന്നെയല്ല, വേറെയും കുറച്ച് ബ്രാൻഡുകളുടെ കാറുകളൊക്കെ ഉണ്ട്. പുറകിലായിട്ട് ഒരു ചെറിയ റിക്കവറി വാഹനം, അതുപോലെ ഫയർ എൻജിൻ, പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ചെറിയ ടാങ്കറുകൾ നേരത്തെ കണ്ടതുപോലെ, പിന്നെ അവിടെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ തെർമോക്കിങ്ങിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു റെഫ്രിജറേറ്റഡ് ആയിട്ടുള്ള ലോറികൾ, എനിക്കുന്ന ട്രക്കുകൾ, നമ്മുടെ ഇപ്പം ശീതീകരിച്ച് അതായത് തണുപ്പിച്ച് കൊണ്ടുപോകേണ്ട ഐറ്റംസൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ട്രക്കുകളൊക്കെയാണ് അവിടെ പുറകിൽ കാണുന്നത്. ഇപ്പോൾ BYDയുടെ പലതരത്തിലുള്ള മോഡലുകളുണ്ട്. നമ്മുടെ നാട്ടിൽ കാണാത്ത രീതിയിലുള്ള പല മോഡൽസും നമുക്ക് ഇവിടെ കാണാം. SUV ടൈപ്പ് ഉള്ളതും, ചിലതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ BYD എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഇതുപോലെ ചൈനീസിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഫ്രിജറേറ്റഡ് ആയിട്ടുള്ള ട്രക്കുകളുണ്ട്. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ക്രെയിനുകൾ നമുക്ക് കാണാൻ സാധിക്കും.
ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ മുകളിലത്തെ ഡെക്കിൽ അവിടെ ഒരു സംഭവം പൊക്കിയതിന് ശേഷമാണ് അതിൻ്റെ താഴത്തെ ഡെക്കിൽ നിന്നുള്ള വാഹനങ്ങൾ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡോറിൻ്റെ ആ ഒരു റാംവേയുടെ മേലുള്ള വാഹനങ്ങളൊക്കെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം കാലിയതിന് ശേഷം ആ സംഭവം പോക്കും. അതിന് പുറകിൽ വലിയൊരു ഡോറുണ്ട്. ഈ ഡോറും കൂടെ പൊക്കിയതിന് ശേഷമാണ് ഈ കാറുകളൊക്കെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ലോഡിങ്ങിൻ്റെ സമയത്ത് ഒരു തരി സ്പേസ് കളയാത്ത രീതിയിൽ മാക്സിമം എത്ര കാറുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ വളരെ പ്ലാനിങ്ങോടുകൂടിയാണ് ഇത് സംഭവങ്ങളൊക്കെ അടിക്കടിക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഡോർ പൊക്കിയതിന് ശേഷം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടുള്ള ആദ്യം ചിലപ്പോൾ ഈ കാറായിരിക്കും പോകുന്നത്, അതിനുശേഷം അങ്ങനെ ഓരോരോ കാറുകൾ കറക്റ്റായിട്ട് പോകും. നമ്മളിപ്പം കാറുകൾ തമ്മിൽ വളരെ ഗ്യാപ്പ് കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. കാറുകൾ തന്നെയല്ല, വാഹനങ്ങൾ തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിൽ അടുപ്പിച്ചടുപ്പിച്ചാണ് വെച്ചേക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊന്ന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. അപ്പം ഈ ഒരു വാഹനം പോയതിന് ശേഷം പിന്നീട് ഈ കാറ് ഡിസ്ചാർജ് ചെയ്യാതെ നമുക്ക് ഈ കാറിൻ്റെ ഡോറ് പോലും ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എല്ലാം തട്ടാതെ മുട്ടാതെയൊക്കെ വളരെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ലോഡിങ് ഇവിടെ നമുക്ക് കാണാവുന്നത്. ആ ചുവപ്പ് കളറുള്ള സംഭവമൊക്കെ ക്രെയിൻ യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടീഷൻ ഡോർസ് ഉണ്ട്. ഇതിന് മുന്നോട്ടും നമുക്ക് ലോഡിങ് ചെയ്തിട്ടുണ്ട്. സെക്ഷനായിട്ട് തിരിച്ചാണ് ഇങ്ങനെ ഡോറൊക്കെ വെച്ചിട്ടാണ് വാട്ടർ ടൈറ്റ് ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വെള്ളം കയറി കഴിഞ്ഞാൽ കപ്പലിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്ന വാഹനത്തിൻ്റെ വെയിറ്റൊക്കെ വെച്ചിട്ടാണ്, ആ വെയിറ്റ് അനുസരിച്ചിട്ടാണ് എന്ത് സാധനം വെച്ചിട്ട് ഇതിനെ കെട്ടി ഉറപ്പിക്കണമെന്ന് വിചാരിക്കുന്നത്. ചെറിയ കാറുകളൊക്കെ ആണെങ്കിൽ ചെറിയ തരം ബെൽറ്റ്, വലിയ യമഡൻ ഹെവി ഡ്യൂട്ടി സാധനങ്ങൾക്ക് ഇതുപോലത്തെ ചെയിനൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ഹെവി ആയിട്ടുള്ള ക്രെയിനാണ്. ഇതിനും ഏകദേശം ഒരു 23 ടണ്ണ് ഭാരമുണ്ട്. പലതരത്തിലുള്ള തീ അണയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫോം ആപ്ലിക്കേറ്ററാണ്. ഈ ജാറിൽ നിൽക്കുന്ന ഒരുതരം ഫോമാണ്. പതപ്പിച്ചിട്ട് വെള്ളവുമായിട്ട് ചേർത്ത് ഈ സംഭവം എന്തെങ്കിലും തീ പിടിച്ചു കഴിഞ്ഞാലാണ് ഇതൊക്കെ ഉപകാരപ്പെടുന്നത്. അതിനെല്ലാം തീ പിടിച്ചു കഴിഞ്ഞാൽ അണയ്ക്കാനായിട്ട് അതിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള ഇതാണ് ഫോം. ഈ ഒരു ജാറിനകത്തുണ്ട് ഫോം ആപ്ലിക്കേറ്റഡ് ഡിവൈസ്, ഫയർ ഹോസ്. അപ്പോൾ ഞാൻ നേരത്തെ അകത്ത് കാണിച്ചായിരുന്നു ഫയർ ലൈൻസൊക്കെ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷമാണ് എന്തെങ്കിലും തീപിടുത്തമൊക്കെ സംഭവിച്ചാൽ അത് അണയ്ക്കാനായിട്ടുള്ള പല സംവിധാനങ്ങളും നമ്മുടെ കപ്പലിൽ ഇവിടെയൊക്കെ ആയിട്ട് നോസിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും താഴത്തെ ഡെക്കായ ഹോൾ ഡെക്കിലേക്കാണ് പോകുന്നത്. അതുപോലെ വെർട്ടിക്കലായിട്ടുള്ളൊരു ലാഡർ വഴി ഇറങ്ങിയാണ് താഴോട്ട് പോകേണ്ടത്. കപ്പലിൻ്റെ ഏകദേശം ഏറ്റവും അടിഭാഗത്തോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും ഇതുപോലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മൾ തീ അണയ്ക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സാധാരണ നമ്മൾ കടലിൽ കൂടെ പോകുമ്പോൾ ഈ ഡോറുകളൊക്കെ അടച്ചിടും. പിന്നെ ഹോൾ ഡെക്കാണ്, കീപ്പ് ക്ലോസ്ഡ് അറ്റ് സീ ആണെന്ന് എഴുതിയിട്ടുണ്ട്. തുറക്കാനും അടയ്ക്കാനൊക്കെയുള്ള ഒരു നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആണോ എസ് എന്ന് പറഞ്ഞാൽ ഷട്ട്. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു ഡെക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഏറ്റവും താഴത്തെ ഡെക്കാണ്. ഇപ്പോൾ മേളത്തെ ഡെക്കിൻ്റെ അത്രയും സൈസില്ല. കപ്പലിൻ്റെ ഏറ്റവും അടിഭാഗത്തോട്ട് വരുന്നതനുസരിച്ച് ഇത് നീളം കുറവാണ് ഈ ഡെക്കിന്. അതുപോലെ തന്നെ ഇവിടെ ഹൈറ്റും കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് അടച്ചു കിടക്കുന്ന 3 ഡെക്കുകൾ ഈ കപ്പലിലുണ്ടെന്ന്. അപ്പം ഓരോ ഡെക്കിൻ്റെയും ഹൈറ്റ് വ്യത്യസ്തമാണ്. ഇപ്പോൾ ഏറ്റവും താഴത്തെ ഈ ഡെക്കിൻ്റെ ഹൈറ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ തരം വാഹനങ്ങളും, അതായത് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള മറ്റേ കണ്ട സാധനങ്ങളൊന്നും ഇതിനകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല. കാരണം മേൽവശത്ത് ഇടിക്കും. അതുകൊണ്ട് കൂടുതലും കാറുകൾ പോലത്തെ അല്ലെങ്കിൽ ട്രക്കുകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് ഈ ഡെക്കിൽ കയറ്റാൻ പറ്റും. അപ്പോൾ ഇതിനകത്തിപ്പം ഒരു ഡിഫൻഡർ സ്റ്റൈലിലുള്ള ഒരു ചൈനീസിൻ്റെ, എനിക്കറിയത്തില്ല ഇത് ഏതാ ബ്രാൻഡിന്ന്, ഒരു ഡിഫൻഡർ സെറ്റപ്പാണ് കണ്ടു കഴിഞ്ഞാൽ. നല്ല സൈസ് തോന്നിക്കുന്ന ഒരു എത്ര 300 കാറുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അത്രയും വാഹനങ്ങളാണ് ഇവിടെ അടുപ്പിച്ചായിട്ട് വെള്ളയും കറുപ്പും അതുപോലെ പല കളറിലുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ നിരത്തി ലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇടയിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കത്തില്ലാത്ത രീതിയിലാണ് ഈ കണ്ണാടികൾ തമ്മിൽ, മിററുകൾ തമ്മിൽ 15 സെൻറ്റിമീറ്ററാണ് ഒരു ഡിസ്റ്റൻസ് വെച്ചേക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാം. കാരണം ഇതിൻ്റെ ലാഷിങ് ഈ കപ്പലുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെട്ടി ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ബെൽറ്റുകളുടെ ടൈറ്റ്നെസ് ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് ഇടയിൽ കൂടെ സ്വസ്ഥമായിട്ട് സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ഇത് പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം ഈ കപ്പലിൽ ഈ സംഭവങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ വലിപ്പം എത്രമാത്രം മനസ്സിലാകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല.
ഇപ്പം നമ്മുടെ ലുലു മോളിലൊക്കെ പാർക്കിംഗ് ഏരിയയിൽ കിടക്കുന്ന പോലെയാണ് കാറുകൾ കിടക്കുന്നത്. എന്നാൽ അവിടെ നമ്മൾ വാഹനങ്ങൾ തമ്മിൽ അത്യാവശ്യം ഗ്യാപ്പ് രണ്ട് സൈഡിലും ഡ്രൈവർ അല്ലെങ്കിൽ കോ ഡ്രൈവറിന് കയറാവുന്ന രീതിയിൽ ഗ്യാപ്പിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ കപ്പലിൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്താനായിട്ട് നമുക്ക് കപ്പലിൻ്റെ അടിവശത്തും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ടാങ്കുകളുണ്ട്. അപ്പോൾ കപ്പലിലെ മരണക്കിണർ എന്നൊക്കെ പറയുന്നത് ഈ ടാങ്കുകൾക്കാണ്. അപ്പം ഇതുപോലത്തെ മാൻഹോൾ കവർ വെച്ച് ഇപ്പോൾ അടച്ചു വെച്ചേക്കുവാണ്. നമുക്ക് ആവശ്യമനുസരിച്ച് കടലിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കുകയും അതുപോലെ ആവശ്യമില്ലാത്തപ്പം വെള്ളം പമ്പോട്ട് ചെയ്ത് കളയുകയൊക്കെ ചെയ്യുന്നത് ഈ ടാങ്കുകളിൽ നിന്നാണ്. അപ്പം സ്റ്റെബിലിറ്റി നിയന്ത്രിക്കാനായിട്ട് കപ്പൽ മറിഞ്ഞു പോകാതൊക്കെ ഇരിക്കാനായിട്ട് ലോഡിക്കേറ്റർ എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടറുണ്ട്. അത് ചീഫ് ഓഫീസറാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രമാത്രം നമ്മൾക്ക് കപ്പലിലേക്ക് സാധനങ്ങൾ കയറ്റുന്നുണ്ട്. അതുപോലെ കപ്പലിന് ഓടാനായിട്ട് ഒരു മാസം ഓടാൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 8 കോടി രൂപയുടെ ഇന്ധനമൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും 2000 ടണ്ണ് 20 ലക്ഷം ലിറ്റർ ഫ്യൂലാണ് ഒരു മാസം 8.5 കോടി അതായത് കപ്പൽ കുടിക്കുന്നത്. അപ്പം അത്രയും സാധനങ്ങളൊക്കെ കപ്പലിലേക്ക് കയറ്റുമ്പം കപ്പലിൻ്റെ സ്റ്റെബിലിറ്റിയൊക്കെ കറക്റ്റാണെന്ന് ഈ ലോഡിക്കേറ്ററിലാണ് നോക്കുന്നത്. അപ്പം അതിൻ്റെ ടാങ്ക് ഇതൊക്കെ വെള്ളത്തിൻ്റെ ടാങ്കുകളുടെ കവറാണ്. അപ്പോൾ നമ്മുടെ പുറകിൽ നമ്മുടെ ഡിഫൻഡർ മോഡലുള്ള നല്ല അടിപൊളി കാറുകൾ കാണാം. ഇതൊക്കെ ഒരു 8 സീറ്റർ 9 സീറ്ററാണെന്ന് തോന്നുന്നു ഇതിനകത്ത്. അപ്പം നമുക്കിനി ഈ കപ്പലിൻ്റെ ഏറ്റവും അടിവശത്തെ ഹോൾ ഡെക്കിൻ്റെ ഏറ്റവും പിറകുവശത്തെ കാഴ്ചയാണ്. ഈ ഒരു ഡെക്ക് ചെറുതായതുകൊണ്ട് തന്നെ ഇതിന് ഇടയ്ക്ക് പിന്നെ പാർട്ടീഷൻ വെച്ചിട്ടില്ല. ഏറ്റവും ആദ്യം നമ്മൾ കണ്ട ഡെക്ക് 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫോർവേഡ് എന്നുവെച്ചാൽ മുൻവശം, പിന്നെ നടുക്ക്, പിന്നെ പുറകുവശം. അപ്പം 3 സെക്ഷനായിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഡോർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഏറ്റവും താഴത്തെ ഡെക്ക് നീളം കുറവായതുകൊണ്ട് തന്നെ ഇതൊറ്റ സെക്ഷനായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ചില സ്ഥലങ്ങളിൽ കാണാം 1/1. നേരത്തെ 3 ആയിട്ട് കാണിച്ചിരുന്നെങ്കിൽ ഇത് 1/1 ആഫ്റ്റ്. വെച്ചാൽ 1ൻ്റെ ആഫ്റ്റ് പുറകുവശം. ആഫ്റ്റ് എന്ന് പറഞ്ഞാൽ പുറകുവശം എന്നാണ് ഇതിനെക്കൊണ്ട് നമുക്ക് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി മുൻവശത്തെ കാഴ്ചകൾ കാണാം. അപ്പം ഇത് EV എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ചിലത് പെട്രോളും ചിലത് ഇലക്ട്രിക്കുമാണ്. ഇത്രയും വലിയ സാധനങ്ങൾ ഇലക്ട്രിക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളോട് പലരും ചോദിക്കാറുണ്ട് കപ്പലിൽ ഡ്രൈവറിൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന്. എന്നാൽ ഈ വാഹനങ്ങളൊക്കെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരുന്നത് പുറത്തുനിന്നുള്ള സ്റ്റീവഡോർസാണ്. നമ്മുടെ കപ്പൽ ജീവനക്കാർക്ക് ഇത് നമ്മൾ ഓടിക്കാറില്ല. നല്ല കറക്റ്റായിട്ടുള്ള രീതിയിൽ പാർക്ക് ചെയ്യാനും അതുപോലെ ഒക്കെയുള്ള കഴിവ് അവർക്കാണ്. പിന്നെ കപ്പൽ ജോലിക്കാർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മൾ ജീവനക്കാർ ഇവർ കറക്റ്റായിട്ടാണോ പാർക്ക് ചെയ്യുന്നത്, അതുപോലെ കറക്റ്റായിട്ടാണോ ലാഷ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്താറുള്ളത്. അപ്പോൾ നമ്മളിപ്പം ഞാൻ പറഞ്ഞു നമ്മൾ കപ്പലിൻ്റെ ഏറ്റവും താഴ്വശത്തുള്ള ഡെക്കിലാണ്. അപ്പോൾ ഈ ഡെക്കിൻ്റെ സൈസ് കുറവായതുകൊണ്ട് തന്നെ ഇവിടെ 240 കാറുകളാണ് നമ്മളിവിടെ കയറ്റിയേക്കുന്നത്. 240 കുഞ്ഞിക്കാറൊന്നുമല്ല, നേരത്തെ കാണിച്ചേക്കുന്ന വലിയ SUV നല്ല സൈസുള്ള വാഹനങ്ങളാണ് ഇവിടെ കയറ്റിയേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം ഒരു ചെരിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശം. ഇതെന്താ സംഭവം എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെക്കിൽ നിന്ന് കപ്പലിൻ്റെ ഏറ്റവും താഴത്തെ ഈ ഡെക്കിൽ നിന്ന് കപ്പലിൻ്റെ കാറുകളെ പുറത്തോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പാതയാണിത്. സ്ലോപ്പ് വേ എന്ന് പറയും. മേളിലായിട്ടൊരു റാമ്പുണ്ട്. അതിപ്പം അടച്ചു വെച്ചിട്ട് അതിൻ്റെ മേളിലും വാഹനങ്ങൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഈ സംഭവം ഹൈഡ്രോളിക്കലി നമ്മൾ പൊക്കും. അപ്പം അതിന് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം ഓടിച്ചുകൊണ്ട് പുറത്തോട്ടേക്ക് പോകുന്നത്. അപ്പം ഇവിടം വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ മുന്നോട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റാമ്പ് അടയ്ക്കുമ്പോഴത്തേക്കും ഈ വാഹനങ്ങളുടെ മേത്ത് ഇരിക്കും, അങ്ങനെ ഡാമേജ് വരും. അതുകൊണ്ട് ഇവിടം വരെ ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസാണ് നമുക്കുള്ളത്. അപ്പം നമ്മൾ ഈ ചെരുവിലൊക്കെ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ചോക്ക് നമ്മൾ ബേസിക്കലി തടി ലോറിയുടെയൊക്കെ നമ്മളിവിടെ വെക്കുന്നത് കട്ടത്തടി എന്താണ് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. അതായത് ഈ കെട്ടി ഉറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ ഈ ചെരുവിലൊക്കെ ലോഡ് ചെയ്യുന്ന സമയത്ത് ഉരുണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടാണ് എല്ലാം വെച്ചേക്കുന്നതെങ്കിൽ പോലും ഒരു എക്സ്ട്രാ പ്രിക്കോഷൻ എന്ന രീതിയിൽ ടയറിൻ്റെയൊക്കെ ചോട്ടിൽ ഈ സംഭവങ്ങൾ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം ഇവിടെയും കുറേ BYDയുടെയും അതുപോലെ മറ്റ് ചൈനീസ് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്കിവിടെ ബെൻസിൻ്റെ ഒരു EQE 500 എന്ന് പറഞ്ഞൊരു അടിപൊളി കാറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു സ്പെഷ്യൽ ഒരു കളറായിട്ട്. ഇപ്പം മറ്റ് കാറുകളൊക്കെ ഒരേ രീതിയിലുള്ള പലതരം വാഹനങ്ങൾക്കിടയിൽ ഒരു വ്യത്യസ്തനായിട്ട് ഇവിടെ ഈ ഒരു സൈഡിൽ ഇവൻ കിടപ്പുണ്ട്. അതുപോലെ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ളൊരു കാറ് നമുക്കിവിടെ കാണാം. ഇത് ഏതാണ് ബ്രാൻഡ് എന്നുള്ളത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ പലതരം വ്യത്യസ്തമായിട്ടുള്ള കാറുകളാണ് നമുക്ക് അങ്ങോട്ടെല്ലാം കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വാഹനത്തിനെ പറ്റി ഐഡിയ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിപ്പം കണ്ടിട്ട് ഒരു ക്യാമ്പിങ്ങിനൊക്കെ പോകാൻ പറ്റിയൊരു സെറ്റപ്പാണ് തോന്നുന്നു. ഇതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയ സാധനമാണെന്ന് തോന്നുന്നു. ഒക്കെ ഒന്ന് കട്ടിലായിട്ട് വെക്കാനുള്ളതാണോ അതോ
ടെൻ്റ് അടിക്കാനുള്ള സാധനമാണോ എന്നുള്ള കാര്യത്തിലാണ് ഒരു അറിവില്ലായ്മ. ഓക്കെ അപ്പോൾ നമ്മൾ താഴത്തെ ഈ ഒരു നിലയിലെ വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പയ്യെ മേളിലേക്ക് പോകാം. മേളിൽ നമ്മൾ ആക്ച്വലി ഏറ്റവും പുറവശത്തെ വാഹനങ്ങളൊക്കെയാണ് കണ്ടത്. എന്നാലും നിങ്ങൾ കാണാത്ത കുറച്ച് സാധനങ്ങൾ കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് കാണിച്ച് വെച്ച് നമുക്ക് ഈ വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു ഗരാജ് ഡെക്ക് എന്ന് പറഞ്ഞ ഡെക്കിൻ്റെ നടുഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് ഈ ഒരു മുൻപ് ഞാൻ ഈ ഡോറിൻ്റെ മറുവശം കാണിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം കുറേ വാഹനങ്ങൾ ലോഡ് ചെയ്തതിന് ശേഷം ഈ വലിയ ഡോറ് അടച്ചതിന് ശേഷമായിരിക്കും ബാക്കി പുറകോട്ട് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡോറിൻ്റെ ഇപ്പുറത്തെ വശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡെക്കിൽ മുഴുവൻ ലോഡ് ചെയ്തിരിക്കുന്നത് എക്സ്കവേറ്റേഴ്സ് എന്നാണ്. അപ്പം ഇതൊരു 93 യൂണിറ്റ്സ് ഉണ്ട് മൊത്തത്തിൽ ഈ കപ്പലിൽ. നല്ല ഹെവി ഡ്യൂട്ടി സാധനമാണ്. അപ്പോൾ ഒരു 45 കൊറിയയിൽ നിന്നാണ് നമ്മൾ ലോഡ് ചെയ്തത്, ബാക്കി ചൈനയിൽ നിന്നും. അപ്പോൾ ഞാൻ നേരത്തെ കപ്പൽ പിടിച്ചു കെട്ടാൻ ഉപയോഗിക്കുന്ന പഴയ കയറിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെയിൻഡ് യൂണിറ്റ്സ് ആണ്, ഇതിന് ടയറല്ലല്ലോ. അപ്പം ഈ സംഭവങ്ങളൊക്കെ ഈ ചെരുവിൽ കൂടെ കയറി വരുമ്പോഴത്തേക്കും സ്ലിപ്പാകാതിരിക്കാനായിട്ടാണ് അങ്ങനത്തെ പഴയ കയറുകൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഇതും നല്ല രീതിയിൽ ചങ്ങലയൊക്കെ വെച്ചിട്ട് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ തോണ്ടുന്ന ഈ ഒരു സംഭവം ഇതും ബെൽറ്റ് ഉപയോഗിച്ചിട്ട് മൊത്തത്തിൽ പിടിച്ച് കെട്ടിയാണ് പോകുന്നത്. കാരണം കപ്പൽ ആടി ഉലയുന്ന സമയത്ത് വെച്ചാൽ കാലാവസ്ഥ മോശമാകുന്ന സമയത്ത് നമുക്ക് ഇതെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കപ്പലിലെ ക്രൂവിൻ്റെ സേഫ്റ്റി നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഒന്നും വന്ന് ആ സമയത്തൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ രോഗം വരുന്നതിനേക്കാൾ നല്ലത് പ്രതിരോധിക്കുന്ന നല്ലതെന്നാണ് കണ്ട ഒരു ചൊല്ലുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഈ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞ് ഇടിച്ച് കപ്പലിനും അല്ലെങ്കിൽ ഇതിന് തന്നെ ഡാമേജ് വരാതിരിക്കാനും നമ്മുടെ എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടി കപ്പൽ തുറമുഖത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഈ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് ഇതെല്ലാം നല്ല രീതിയിൽ കെട്ടി ഉറപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഒരു തൃപ്തികരമല്ലെങ്കിൽ അവരോട് പറഞ്ഞ് അതനുസരിച്ച് ചെയ്യിക്കും. ഇപ്പോൾ സാധാരണ ഒരു കാറിന് 4 ടയറിൽ നിന്ന് ചെറിയ ബെൽറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ താഴോട്ട് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ കൂടുതലാണ്. 8 അല്ലെങ്കിൽ 10 ലാഷിങ്ങുകളാണ് മൊത്തത്തിൽ ഇതിനെ നമ്മൾ ഉറപ്പിച്ചേക്കുന്നത്. അപ്പം മറ്റേ ഞാൻ പറഞ്ഞ പോലെ കാറിലൊക്കെ മൊത്തത്തിൽ 4 ആണെങ്കിൽ ഇത് പുറകുവശത്ത് തന്നെ 4 ചങ്ങല, ഫ്രണ്ടിൽ 4 ചങ്ങല, അതുപോലെ ഇതിൻ്റെ ഒരു ആമുണ്ടല്ലോ അതിന് സെപ്പറേറ്റ് ആയിട്ട് ബെൽറ്റ്. മൊത്തത്തിൽ എന്ത് സംഭവിച്ചാലും തെറിച്ച് പോകാതിരിക്കാനുള്ള സെറ്റപ്പിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കാലാവസ്ഥയൊക്കെ നോക്കിയും നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലാണ് കപ്പലിൽ പോകുന്നത്. പിന്നെ കപ്പിത്താൻ ഉണ്ടെങ്കിലും ആടി ഉലയുന്ന കപ്പലാണെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കപ്പിത്താൻ്റെ ഒരു കഴിവുകൊണ്ട് മാത്രമൊന്നും നടക്കത്തില്ല. എല്ലാം ദൈവത്തിൻ്റെ ഒരു കഴിവാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോവുകയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കപ്പലിൻ്റെ ഏറ്റവും താഴ്വശത്തെ ഡെക്കിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു ഡെക്കിൻ്റെ മുൻവശത്തായിട്ടാണ്. അപ്പം ഇത്ര നേരം നമ്മൾ കണ്ട ട്രക്കുകളൊക്കെ വെള്ള കളറിലാണെങ്കിൽ ഇത് കുറച്ച് റെഡ് കളറായിട്ടുള്ള കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു ട്രക്കാണ്. അപ്പോൾ ഈ ഒരു ചുവപ്പ് കളറുള്ള ട്രക്കിൻ്റെ സൈഡിലായിട്ട് പലതരത്തിലുള്ള ക്രെയിനുകളാണ് നമുക്കിവിടെ കാണുന്നത്. നല്ല ഹെവി ഡ്യൂട്ടി സാധനങ്ങളാണ്. ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടാൽ തന്നെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ കണ്ട പോലത്തെ എക്സ്കവേറ്റേഴ്സും ഇടയ്ക്കിടയ്ക്കുണ്ട്. ഇപ്പോൾ മൊത്തത്തിലുള്ള ഒരു അവിയൽ പരുവത്തിലാണ് ഇവിടുത്തെ ലോഡിങ് ചെയ്തേക്കുന്നത്. ഇത് നല്ല ക്രെയിന് മൊത്തത്തിൽ റെഡി ടു യൂസ് ആയിട്ടുള്ള ക്രെയിനുകളാണ്. അപ്പോൾ എല്ലായിടത്തും സൈഡിലൊക്കെ ആയിട്ട് ഇതിനെ കെട്ടിയുറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഹെവി ഡ്യൂട്ടി സാധനങ്ങൾ പോലും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പിലാണ് ഇവിടെ ലോഡ് ചെയ്തേക്കുന്നത്. മേളിൽ കയറാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ബാക്കി അവസാനത്തെ ഏറ്റവും നമ്മൾ തുടങ്ങിയ ഡെക്കിൻ്റെ ഏറ്റവും മുൻവശത്തെ കാഴ്ചകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതും കൂടെ കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അങ്ങനെ നമ്മൾ ഗരാജ് ഡെക്കിൻ്റെ ഏറ്റവും മുൻവശത്തെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെയും മൊത്തത്തിൽ എക്സ്കവേറ്റർ കൊണ്ട് നിറച്ചേക്കുവാണ്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 93 എക്സ്കവേറ്റർ നമ്മുടെ കപ്പലിലുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ചെയിൻഡ് യൂണിറ്റ്സ് ആണ്. അങ്ങോട്ട് തന്നെ ഇതിന് ഗ്രിപ്പില്ല. അപ്പോൾ അടിയിൽ നമ്മൾ റബ്ബറിൻ്റെ മാറ്റ് ഇട്ടതിന് ശേഷമാണ് ലോഡ് ചെയ്യുന്നത്. അങ്ങോട്ട് തന്നെ ചെറിയൊരു ഗ്രിപ്പ് കിട്ടാനായിട്ട് കപ്പലിൻ്റെ സ്റ്റീൽ സംഭവങ്ങളായിട്ട് അല്ലെങ്കിൽ മെറ്റൽ ടു മെറ്റൽ ഉരഞ്ഞു കഴിഞ്ഞാൽ തെന്നിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കപ്പലിൽ ലോഡ് ചെയ്ത വ്യത്യസ്തതരങ്ങളായ വാഹനങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളിതെല്ലാം തന്നെ ഒന്ന് കാണിക്കാനായിട്ട് ഏകദേശം 2 മണിക്കൂർ സമയം നമുക്ക് വേണ്ടി വന്നു. മൊത്തത്തിൽ ചെറുതായിട്ടൊന്ന് മടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു. അങ്ങനെ അവസാനം നമ്മൾ ഉൾവശത്തെ വാഹനങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ കണ്ട് മടുത്ത് പുറത്തിറങ്ങി കുറച്ച് ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടി മേണ്ടെങ്കിലിരിക്കുകയാണ്. മതി.